കാണാതിരുന്നാൽ ലോകം മുഴുവനും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുപ്പിയിൽ അതാ അല്പം ധാന്യങ്ങളിട്ട് അതേ ഗസയിലേക്ക് പറഞ്ഞേച്ച സമൂഹത്തെ നമ്മൾ കണ്ടെങ്കിൽ ആ കുപ്പി കിട്ടിയിട്ട് സന്തോഷം അവർ പങ്കുവെച്ചെങ്കിൽ ഓ മുഅ്മിനീങ്ങളെ ചുരുങ്ങിയത് അവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാനെങ്കിലും നമുക്ക് കഴിയണം. അല്ലാഹുവേ ആ സാധുക്കൾക്ക് പട്ടിണി നീ മാറ്റിക്കൊടുക്കണേ ഹബീബായ തങ്ങൾ മദീനയിലാണ്. അപ്പോൾ മദീനയിൽ വന്നുകൊണ്ട് രാജാക്കന്മാർക്ക് കത്തെഴുതുന്നു. ഹിജ്റ 6 എല്ലാ രാജാക്കന്മാർക്കും കത്തെഴുതി. 8ഓളം രാജാക്കന്മാർക്ക് കത്തെഴുതി. ഓരോ കത്തിലും ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു. ഉമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു അന്ന് യമാമ ഭരിച്ചിരുന്ന രാജാവാണ്. ആ രാജാവിന് റസൂലുള്ളാഹി തങ്ങൾ കത്തെഴുതി. കത്ത് കിട്ടിയപ്പോൾ ആ മഹാനവറുകൾക്ക് വല്ലാത്ത ദേഷ്യമായി പോയി. അതെ, എന്റെ മതത്തിൽ നിന്ന് മാറാനാണല്ലോ ഓർഡർ. ദേഷ്യം പിടിക്കുന്നു. റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങുന്നു. അവസാനം റസൂലുള്ളാഹി തങ്ങൾ മദീന പള്ളിയിലേക്ക് വന്ന ഉസാമയെ അതാ അവിടുന്ന് തടവിലാക്കുന്നു. അങ്ങനെ സുമാമയെ തടവിലാക്കി മദീന പള്ളിയിൽ 3 ദിവസം നിർത്തിയപ്പോ സുമാമക്ക് മനസ്സിലായി എന്താണ് ദീനെന്ന്. ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സുദീർഘമായ സംഭവമാണ്, ചുരുക്കട്ടെ. ആ സുമാമത്ത് ബിൻ ഉസാൽ ഇസ്ലാം സ്വീകരിക്കുന്നു. അങ്ങനെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് അതാ ഉംറ നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ്. അതേ, മക്കയുള്ളത് മുശ്രിക്കീങ്ങളുടെ പക്ഷത്താണ്. മുശ്രിക്കീങ്ങളാ കൈകാര്യം ചെയ്യുന്നത്. അതേ, മഹാനവറുകള് ആ ഉംറ നിർവഹിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ചൊല്ലുന്നു ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ലബ്ബൈക്കയുടെ ധ്വനികൾ മുഴക്കിക്കൊണ്ടിങ്ങനെ ഉംറ നിർവഹിക്കുമ്പോ ജനങ്ങൾ പിടികൂടുന്നു, ഇത് മുഹമ്മദിന്റെ ആളാണ്. അങ്ങനെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് കണ്ടുനിന്നൊരാൾ പറയുകയാണ്, വൈഹക അതഅലമു മൻ ഹാദാ, ഇതാരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഇന്നഹു സുമാമത്ത് ബിൻ ഉസാൽ മലിക്കുൽ യമാമ, ഇത് യമാമയുടെ രാജാവായ അവിടുത്തെ രാജാവായ അതേ സുമാമത്ത് ബിൻ ഉസാലാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, യമാമ എന്ന് പറയുന്നത് മക്കയിലേക്കുള്ള ധാന്യങ്ങൾ വരുന്ന രാജ്യമാണ്. ഈ രാജ്യത്ത് നിന്ന് ധാന്യങ്ങൾ മുടങ്ങിയാൽ മക്കക്കാര് പട്ടിണിയായി പോകോ. അതുകൊണ്ട് തന്നെ വല്ല മോശമായ കാര്യങ്ങളോ നിങ്ങൾ ഈ മനുഷ്യന്റെ മേൽ പ്രവർത്തിച്ചാൽ നമ്മൾ അതേ വിശപ്പ് കൊണ്ട് പട്ടിണി കൊണ്ട് മരിക്കേണ്ടി വരുന്നതാ. അതുകൊണ്ട് ആക്രമിക്കല്ലേ, തടയല്ലേ എന്ന് പറയുന്നു.